കൊടുത്തു. അവരത് ചെയ്തു. ഹസ്ബൻഡ് എനിക്ക് പേടിച്ച് ഹസ്ബൻഡിനോട് പറയാൻ, ചേച്ചി അത് ചെയ്യണം. മേബിളൂന്ന് ഞാൻ പിന്നെ വാട്സപ്പിൽ പറയാം. മേബിളു ബോയ് ഫ്രണ്ടായിട്ട് ചെയ്യണം ഒരിക്കലെങ്കിലും. പാവം എൻ്റെ വട്ടു ഡോറക്കുട്ടി ചെയ്യണം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്തിട്ട് മൈന? ചേച്ചി പറഞ്ഞ പോലെ തന്നെയല്ലേ? ആ വോയിസിൽ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറല്ലേ? അടിപൊളി. അതൊക്കെ പോട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. അതെ, നീ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തോ എൻ്റെ കൊച്ചെ? ഞാൻ അത് പറഞ്ഞു കൊടുത്തു. പിന്നെ നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം അന്ന് ഷാർജയില് മഴയുള്ള സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ ലൈവ് ഓഫാക്ക് ബിജിന്ന്? ഓർമ്മയുണ്ടോ? ആ പന്നിയിറച്ചി അടിച്ചോണ്ട് വന്നില്ലേ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം? ഓർമ്മയില്ല? സ്പിന്നീസിന്ന് പോയിട്ട് ഒന്ന് മാത്രം ചെയ്യാറുണ്ട് അതിന്. അത് എൻ്റെ അച്ചായ അന്ന് നമ്മൾ കണ്ട സ്വർഗം ഈ അച്ചായൻ ചെയ്തതിന് ചേച്ചി. 4 മണിക്കൂർ എൻ്റെ പൊന്നെ, സീരിയസ്ലി അച്ചായനക്ക് ഭയങ്കര ഇഷ്ടം. ആ മെറീസ മൈനു സത്യം വിട്ടില്ല അച്ചായൻ, സീരിയസ്ലി. 4 മണി പിന്നല്ലേ 4 മണിക്കൂർ അച്ചായൻ അവിടെ ഇരുന്നോളും. സത്യം. നിങ്ങൾ വിചാരിച്ചു ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല എന്നല്ലേ? ഞങ്ങൾ കണ്ടിരിക്കണം. ഫോട്ടോ ആശുപത്രിയുടെ കയ്യിലുണ്ട്. ഞാൻ ബട്ടൂന് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഫോട്ടോ മേബിളിന്റെ കയ്യിലുണ്ടല്ലോ. മേബിൾ അച്ചായന്റെ ഫോട്ടോ. തനിക്കുട്ടിക്ക് ഞാൻ മിനിഞ്ഞാന്ന് വിട്ടാന്നില്ലേ? അച്ചായന്റെ ഫോട്ടോസ്. അച്ചായൻ ഫോട്ടോ അടിപൊളിയാണ്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ വീഡിയോസ് കാണുന്ന അച്ചായനല്ല. അച്ചായന്റെ ഫോട്ടോ ഞാൻ അവർക്ക് കാന്തരി കണ്ടില്ല, നാളെ വിട്ടുതരാം. ഞാൻ ബട്ടൂനും ഇട്ട് കൊടുത്തു, മേബിളിനും ഇട്ട് കൊടുത്തു. തനിക്കുട്ടി കണ്ടിക്കണ്, മൈനയും കണ്ടിട്ടുണ്ട്. ഞാൻ അന്ന് വിട്ടുതന്നില്ലേ വാട്സപ്പിനകത്ത് അച്ചായന്റെ ഫോട്ടോ? ഒരു കട്ടി മീശയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൃതാബ് വന്നിട്ട് ഇങ്ങനെ പുഴുകാതാടി ഇവിടെ ഇത് വെച്ചിട്ട്, അത് തന്നെയാണ് അച്ചായൻ. പക്ഷെ ഇതിൽ ഒരാളോട് ഞാൻ പറഞ്ഞില്ല ഞാനും അച്ചായൻ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന്. നേരിട്ട് കണ്ടിട്ടില്ല എന്നാ പറഞ്ഞേക്കണം. പക്ഷെ ഞങ്ങൾ കണ്ടിക്കണ്. ഞങ്ങൾ എല്ലാ രീതിയിലും സെക്സ് ചെയ്തു, സുഖിച്ച് സുഖസുന്ദരായിട്ട് ഞങ്ങൾ പിരിഞ്ഞ് ഞങ്ങൾ ഈ റൂമിലില്ല അച്ചയ്യ, ഈ റൂമിലിരുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച്. എൻ്റെ അമ്മൂ, ആ രാത്രി ഞാൻ അച്ചായൻ ജേടി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ 2 പേരും അടിച്ചു. എന്നിട്ടുണ്ടല്ലോ മൈന പറഞ്ഞ പോലെ ഐസ്. അച്ചായൻ ഇങ്ങനെ ടിക്ടോക്കിൽ പറഞ്ഞപ്പം വിജി എന്നോട് പറഞ്ഞു അച്ചായൻ്റെ ചുണ്ടാണ് ഇഷ്ടമെന്ന്. കറക്റ്റ്. ഇപ്പൊ മനസ്സിലായോ? ഭയങ്കര വലിയ ചുണ്ട് ചേച്ചി അച്ചായന്റെ. സത്യം. ആ ചുണ്ടൊക്കെ ഉണ്ടല്ലോ, സത്യം പോലെ നമ്മൾ ഈ തടിച്ച ചുണ്ടാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് ഈ ചെറിയ ചുണ്ടിനോട് എനിക്ക് താല്പര്യമില്ല. അതും പറഞ്ഞു. ഞാൻ പിന്നെ പറയാം, എൻ്റെ കൂട്ടുകാരും എന്നും എൻജോയ് ചെയ്തോട്ടെ അച്ചായ, അവർ എൻജോയ് ചെയ്യട്ടെ. ഞാൻ അവർക്ക് പറഞ്ഞു അവർ ചെയ്യട്ടെ. നാളെ എന്തായാലും ഇത് ട്രോൾ വരും യൂട്യൂബില്. അടുത്ത സെക്ഷൻ ജമ്മു നാളെ എന്തായാലും ട്രോൾ വരും. നീ കാണണ്ട, പെണ്ണടിച്ചിരുന്നു. ഓക്കെ, ഞാൻ അച്ചായന്റെ പിള്ളേര് സൂചിക്കട്ടെ. അച്ചായ അതായത് ചേച്ചി അച്ചായൻ വന്നു. ഓക്കെ, അച്ചായൻ നല്ല ഓറഞ്ച് കളർ ഷർട്ടും നല്ല അടിപൊളി ജീൻസ് ഇട്ടിട്ട് വന്നു. ഓക്കെ, എൻ്റെ റൂമിലാണ് വന്നത്. ഈ റൂമിൽ വന്നു. രാത്രി വന്നേ. അന്ന് ഈ മഴ പെയ്തില്ലേ? ആ മഴയുടെ സമയത്തായിരുന്നു. ചേച്ചി ഓർക്കുന്നുണ്ടോ? ചേച്ചിക്ക് അറിയാലോ, ഞാൻ അന്ന് ഇവിടെ ലൈവ് പാതി വയ്ക്കുന്നത് കട്ടാക്കി പോയില്ലേ? സത്യം കാന്താരി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒറ്റവട്ടൻ്റെ അടുത്തു. അന്ന് ഷാർജ വരെ വന്നതാ. അന്നേരം ബുർജുമാലി വന്നപ്പം എന്നെ കാണണമെന്ന് കൂടി. അന്ന് ഈ ലൈവിലിട്ടപ്പോൾ ഞാൻ വേറൊരു ഡ്രസ്സ് ഇട്ടേ. ഏത് ഡ്രസ്സ്? ആ സാരി, ആ ഒരു മറ്റേ സാരി എടുത്തില്ലേ? അന്ന് അച്ഛന് കൺട്രോൾ പോയിത്ര എന്നെ കണ്ടപ്പോൾ. അപ്പം എനിക്ക് PM മെസ്സേജ് അയച്ചു, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു എന്തിനും കൊണ്ടുവന്നു. അപ്പം പുള്ളി പറഞ്ഞു ഞാൻ പോർക്ക് കൊണ്ടുവന്ന് നീ വെച്ചരുമെന്ന് ചോദിച്ചു. പുള്ളി അച്ചായനാണല്ലോ, പുള്ളിക്ക് പന്നിയിറച്ചി. അതെ, എന്നെ കോൾ ചെയ്തു. കറക്റ്റ് വീഡിയോ കോൾ ചെയ്തപ്പോൾ ചേച്ചിനെ കാണിച്ചു തന്നല്ലോ. എന്നിട്ട് ഞങ്ങൾ ഈ കട്ടിലയിലിരുന്നു, ഞങ്ങൾ സംസാരിച്ചു. അച്ചായൻ കുപ്പി മേടിച്ചുകൊണ്ട് വന്നു. അച്ചായൻ കുടിച്ചില്ല, ഡ്രൈവിംഗ് ആയതുകൊണ്ട് പുള്ളി ഒരു പെക്കെ അടിച്ചോളൂ. ഓക്കെ, പുള്ളി വെള്ളിയാഴ്ച മാത്രമേ അടിക്കുള്ളൂ. ബാക്കി ഇവിടെ വെച്ചിട്ട് പോയപ്പോൾ ഞാൻ അതെടുത്ത് അടിച്ചു. നിങ്ങളവിടെ ബാഡ് കമ്മിന് ഉത്തരം കൊടുത്തോ. ഞാൻ കഥയിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ
അച്ചായ പോവല്ലേ, അച്ചായ ഇവിടെ ഇരുന്നോ, ഞാൻ കഥ പറയും. എൻ്റെ അച്ചായൻ്റെ കഥ ഞാൻ പറയും. കുഴപ്പമുണ്ടോ അച്ചാന്? കുഴപ്പമുണ്ടോ അച്ചായ? അച്ചാന് കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ പറയും. ഞാൻ ഫുള്ളും പറയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അച്ഛൻ പോവല്ലേ, അച്ഛനും മൂടാവും ചേച്ചി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അന്ന് പോയിട്ട് പുള്ളിക്ക് അതിന് ശേഷം കൺട്രോളില്ല. എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ വരട്ടെ എന്ന് വെച്ചു. എന്നിട്ടുണ്ടല്ലോ ചേച്ചി പോർക്കൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ കറി വെച്ചു. ഈ തറയിലിരുന്ന് പുള്ളിക്ക് ഈ സോഫയിലോ ഈ കസേരയിൽ കട്ടിലൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. പുള്ളി ഞങ്ങൾ താഴെ ഇരുന്നിട്ട് സോഡ മേടിച്ചു. എന്താ അച്ചായ നിങ്ങൾ താഴെ ആളിരുന്നത്? അച്ചായൻ ഇവിടെ ഇരുന്നു, ഞാൻ ഇവിടെ ഇരുന്നു. ഓക്കെ, എന്നിട്ട് സോഡ ഒഴിച്ചു. എന്താ അച്ചായൻ പറഞ്ഞു അച്ഛന് സോഡ വേണ്ടാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു അച്ഛന് വെള്ളം മതി പറഞ്ഞിട്ട് ഒഴിച്ചു കുടിച്ചത് അച്ചായൻ തന്നെയാ. മറന്നു പോയിക്കണ. എന്നിട്ട് ചേച്ചി ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കിയിരുന്നു. അപ്പൊ രണ്ടെണ്ണൊക്കെ അടിച്ച് ഇരുന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ പോർക്കടിച്ച് പുള്ളി പറക്കുന്ന സമയത്ത് എനിക്ക് മൂടി. അപ്പൊ ഞാൻ പുള്ളി ഇങ്ങനെ ചേർത്തിരി ചമ്പ്രം പഠിക്കുന്നു. അപ്പൊ ഞാൻ അച്ചായന്റെ അടുത്ത് ഇങ്ങനെ ചെറുപ്പം അച്ഛൻ്റെ 2 കൈയും അച്ചായന്റെ തോളിയല്ല തൊടയാണ്. അപ്പൊ ഞാൻ നല്ല മൂടല്ലേ, അച്ചായ ഒരു അച്ചായെന്ന് വെച്ചു. ഓക്കെ, അങ്ങനെ ഞാൻ കഥ പറഞ്ഞതിന്റെ ഇടയിൽ ഇവിടെ പണ്ട് കുറെ ആൾക്കാര് എലിയ കുട്ടിയെ പറയട്ടെ അച്ചായ ഞാൻ പറയും. എന്നിട്ട് ഇത് കേക്ക്, ഞാൻ ചേർന്ന് നിന്നിട്ട് ഈ അച്ചായനില്ലേ, ഈ സീറിൽ അച്ചായ എന്നാണ് പേരിട്ടോ, ഈ അച്ചായന്റെ തോളയിൽ ഇങ്ങനെ പതുക്കെ പിടിച്ചു. ബേബിളോ ബട്ടറോ പ്ലീസ് കം, എന്റെ പിള്ളേരൊക്കെ വന്നിരിക്കണം. ഇന്നലെ ഞാൻ പറയൂ, ഞാൻ ചോദിക്കട്ടെ ജമ്മു ഇവിടെ ഇരിക്കി കട കേട്ടോ എൻ്റെ മോൻ. അങ്ങനെ ഞാൻ പതുക്കെ മേബിള് ശ്രദ്ധിച്ചേണം, ബോയ് ഫ്രണ്ടിനോട് പറയണം കള്ളു കുടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നു. ചേച്ചി പറഞ്ഞ പോലെ ചെയ്തോ, എനിക്ക് നാണം പറ്റൂല. ബട്ടറോ നിന്നെ കടിച്ചില്ലേ, പറയട്ടെ കഥ, എനിക്ക് പോവാ. ചേച്ചി കേക്ക്, ആശ ചേച്ചി കേക്ക്. ഞാൻ അങ്ങനെ ഇങ്ങനെ അടുത്ത് പോയിരുന്നു കേട്ടോ. ഇങ്ങനെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അച്ചായൻ്റെ കയ്യിൽ എനിക്ക് മൂടാകുമ്പം ഞാൻ തുടങ്ങി ഇങ്ങനെ കൈ വയ്ക്കും. അപ്പം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് അച്ചായൻ്റെ മുഖത്തേക്ക് വയ്ക്കും. അച്ചായൻ നല്ല റൊമാൻസ്. ഈ അച്ചായൻ്റെ കണ്ണിൽ നോക്കരുത്. അച്ചായൻ്റെ കണ്ണിനോട് നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് കൺട്രോൾ പിടിന്നു പോയി. സത്യം ചേച്ചി, അച്ചാൻ ഇങ്ങനെ നോക്കും, ഒരു വികാര പരിധിയായിട്ട് നോക്കും. നമ്മൾ ഒരുപാട് നേരം നോക്കുമ്പം നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല, മനസ്സിലായോ? അങ്ങനെ ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ട് അച്ചായൻ്റെ മുഖത്തേക്ക് നോക്കി കുറേ നേരം. അപ്പം അച്ചായൻ്റെ മോനെ അച്ഛൻ എനിക്കൊരു ഉമ്മ തരുമെന്ന് വെച്ചു. അപ്പൊ ഞാൻ എന്താക്കി, അച്ഛൻ ഇങ്ങനെ തന്നെ നിൽക്കുക. എന്നിട്ട് അച്ചായൻ്റെ ചുണ്ടി ഇങ്ങനെ പിടിച്ചു. ഓഫ് എന്റെ പൊന്നു ചേച്ചി, എന്റെ അച്ചായ, എനിക്ക് പറയാൻ നാണാവുന്നു. ചേച്ചിയോട് ഞാൻ പറഞ്ഞില്ലേ ആ അച്ചായന്റെ ചുണ്ടിലും മൂടത്ത കഥ. എന്റെ അച്ചായ ആശബ നെയ്യപ്പത്തിലാണോന്നോ? അയ്യേ അച്ചായൻ അത് ഇഷ്ടമല്ല. അച്ചായനോട് ഞാൻ ചോദിച്ചു, അച്ഛൻ നോട്ടി പോയി, അച്ചായൻ അത് ഇഷ്ടമല്ലെന്ന്. അച്ചായൻ ആ ഭാഗത്തേക്ക് പോവില്ല മോളെ, അതാ ഒരു സുഖം കിട്ടിയില്ല എനിക്ക്. അച്ചായന് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനം. അച്ചായനക്ക് പറഞ്ഞു കൊടുക്കണ്ട.